ദേശീയ ജൂനിയർ തൈക്കോണ്ടോ ഓവറോൾ ചാമ്പ്യന്മാരായി കേരള താരങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും മടങ്ങിയെത്തിയ സംഘത്തിന് ഗോപീസ് സ്കൂൾ ഓഫ് തൈക്കോണ്ടോയിലും സ്വീകരണം നൽകി. അപ്പൊ അതിന് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ക്ലാസിന്റെ പേരിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ബ്രോൺസ് മെഡലിന്റെ സർട്ടിഫിക്കറ്റുമാണ്. ഓക്കെ, ലക്ഷ്മി കോമ്പറ്റീഷൻ ലക്ഷ്മി. ടീമിനത്തിൽ 3 കുട്ടികൾ ടീം പൂംസെ എന്ന് പറയും. ടീം പൂംസെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പൂംസെ 3 പെൺകുട്ടികൾ. അതേപോലെ തന്നെ 3 ആൺകുട്ടികളാണ് അവിടെ ഇപ്പോൾ ഉള്ളത്, പൂക്കാട് ക്ലാസ്സിലുള്ളത്. അവർ വന്നിട്ടില്ല. ഒക്ടോബർ 30 മുതൽ നവംബർ 2 വരെ ബാംഗ്ലൂരിലാണ് മത്സരങ്ങൾ നടന്നത്. തൈക്കോണ്ടോ അസോസിയേഷൻ സെക്രട്ടറി വി രതീഷ്, സംസ്ഥാന CEO മാസ്റ്റർ പി അജി, മാസ്റ്റർ PC ഗോപിനാഥ്, മാസ്റ്റർ ബി ബാലഗോപാൽ, മാസ്റ്റർ സുനിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംഘം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. അപ്പം നമ്മുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളെല്ലാം തന്നെ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മത്സരങ്ങൾ നടക്കുന്നു. അതിൽ ജൂനിയർ തൈക്കോണ്ടോ വിഭാഗത്തിലുള്ള കുട്ടികളുടെ മത്സരമായിരുന്നു ഒക്ടോബർ 30, നവംബർ 1, 2 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് നടന്നത്. രാജീവ് ഗാന്ധി സ്പോർട്സ് കോംപ്ലക്സ് ബസവൻകുടി എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ്. 4 ദിവസമായിട്ട് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഓൾ ഇന്ത്യ തലത്തിൽ 28 സംസ്ഥാനങ്ങളും അതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും അതേപോലെ ആർമി വിഭാഗത്തിന്റെ സർവീസസിന്റെയും അടക്കം 33 ടീമുകളാണ് പങ്കെടുത്തത്. ഈ 33-ൽ ഒരു ടീമായിട്ടാണ് കേരള സംസ്ഥാന ടീം പങ്കെടുത്തത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയ 1ാം സ്ഥാനം നേടിയ കുട്ടികൾ മാത്രമാണ്, അതും ബ്ലാക്ക് ബെൽറ്റ് ലെവലിൽ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ദേശീയ ജൂനിയർ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കേരള ടീമിൽ കോഴിക്കോട് നിന്നും കൂടത്തുംപാറയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷനിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഗോപീസ് തൈക്കോണ്ടോ കൂടത്തുംപാറ അണ്ടർപാസിന് സമീപത്ത് കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ്. ഇവിടെ നിന്നുള്ള 7 കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഇടം നേടിയിരുന്നു. ഈ 7 കുട്ടികളും മെഡൽ നേടിയെന്നതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും സന്തോഷകരമായ അനുഭവം. ആകെ പൂംസെ വിഭാഗത്തിൽ 10 മെഡലുകൾ ഉള്ളതിൽ 9 മെഡലുകളും നേടിയിട്ടുള്ളത് ഗോപീസ് തൈക്കോണ്ടോ അക്കാഡമിയിലെ കുട്ടികളാണ്. അപ്പൊ ഇവരിൽ തന്നെ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ വിഭാഗത്തിൽ അദിത്ത്, പെയർ വിഭാഗത്തിലെ അദിത്ത് ആൻഡ് ലക്ഷ്മി കൃഷ്ണ, ടീം ഗേൾസ് വിഭാഗത്തിൽ സ്നേഹനന്ദ, ദിയ ശ്രീജിത്ത്, ലക്ഷ്മി കൃഷ്ണ, ആൺകുട്ടികളുടെ ഗ്രൂപ്പ് വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ധാർമ്മിക് VP, ഷാരോൺ PM, അനുഗ്രഹ എന്നീ കുട്ടികളും മെഡലുകൾ നേടി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവമാണ്. ഇത്രയും മെഡലുകൾ ആദ്യമായിട്ടാണ് ഒരു ക്ലബിലേക്ക് കേരളത്തിൽ തന്നെ ഒന്നിച്ചു കിട്ടുന്നത്. അപ്പൊ ഏറ്റവും വലിയൊരു നേട്ടം ഈ പ്രാവശ്യം ഗോപീസ് തൈക്കോണ്ടോ ക്ലബിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച കുട്ടികൾക്ക്, ഏറ്റവും കൂടുതൽ കൃത്യമായി ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക്, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇവർ ആണ് മെഡലുകൾ നേടിയത്. ഈ കുട്ടികളൊക്കെ തന്നെ 10ാം ക്ലാസ് +2 വിഭാഗത്തിൽ +1 +2 വിഭാഗത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പഠന കാര്യങ്ങളിലും ഈ കുട്ടികളൊക്കെ തന്നെ വളരെ മികവ് പുലർത്തുന്ന കുട്ടികളാണ്. CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവരുടെ വിജയത്തിന്റെ ഒരു കാരണം ക്ലബിന്റെ പ്രവർത്തനം, കോച്ചിന്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു വളരെ അകമഴിഞ്ഞ സപ്പോർട്ട്, കുട്ടികൾക്ക് മത്സരത്തിന് പോകുന്ന സമയത്ത്, കുട്ടികൾക്ക് പ്രാക്ടീസിന്റെ സമയത്ത് രാപ്പകലില്ലാതെ പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് കുട്ടികൾക്ക് ഈ നേട്ടം കിട്ടിയിട്ടുള്ളത്. Junior national champions, overall champions. Any guess?